ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ചോദ്യം, PSCക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം, 100 മീറ്റർ ദൈർഘ്യമുള്ള ഒരു വാഹനം 120 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചാൽ 500 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയം വേണ്ടിവരും എന്നുള്ളൊരു ചോദ്യം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് വിശദീകരിക്കുമ്പോൾ സമയമെടുക്കുമെങ്കിലും മനസ്സിലാക്കിയാൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ എത്ര ദൂരമാണ് ആകെ നമ്മൾ ഈ പാലം കടക്കാൻ സഞ്ചരിക്കേണ്ടത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, വാഹനത്തിൻ്റെ നീളം അധികം പാലത്തിൻ്റെ നീളം. ഇത് എന്ന് പറയുന്നത് 600, ആകെ സഞ്ചരിക്കേണ്ടത് 600 മീറ്ററാണ്. 600 മീറ്റർ സഞ്ചരിക്കാൻ ഈ 120 കിലോമീറ്റർ പെർ അവർ, ഒരു മണിക്കൂർ 120 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ 600 മീറ്റർ കടന്നു പോകാൻ എത്ര സമയം വേണം എന്നാണ് നമ്മൾക്ക് കാണേണ്ടത്. അപ്പം എങ്ങനെ ഇത് ഈ പറയുന്ന കിലോമീറ്റർ കണക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മീറ്ററാണ്, ഇവിടെ കിലോമീറ്ററാണ്. അപ്പം മീറ്ററിലാക്കി മാത്രമേ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പം എന്താണ്, 120 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന് വേണ്ടുന്ന സമയം 1 മണിക്കൂറാണ്. അപ്പോൾ ഇതിനെ മീറ്റർ ആക്കുമ്പോൾ 1000 മീറ്ററാണ് 1 കിലോമീറ്റർ. അപ്പം 120നെ 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ മീറ്ററാവും. മണിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് സെക്കൻഡിലാക്കുന്നതായിരിക്കും നല്ലത്. 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്ര, 3600 സെക്കൻഡ്. അതെ, എങ്ങനെ വന്നു വെച്ചാൽ 1 മണിക്കൂർ 60 മിനിറ്റ്, അങ്ങനെ 60 മിനിറ്റിലും ഓരോ 60 മിനിറ്റും 60 സെക്കൻഡ്, 6 6 36, 3600. അപ്പം 120 കിലോമീറ്റർ 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ, ഇപ്പോഴോ 120 കൊണ്ട് 1000 മീറ്റർ, അത് 3600. അപ്പം 120നെ 1000 കൊണ്ട് കുടിക്കുമ്പോൾ 1 2 3 10 100 1000 15. അപ്പം ഇത്രയും മീറ്റർ ഉണ്ട്. ആ മീറ്ററിനെ 3600. അപ്പം ഇത്രയും നമുക്ക് 2 പൂജ്യങ്ങൾ, ഇപ്പം 1200 മീറ്റർ സഞ്ചരിക്കാൻ 36 സെക്കൻഡ് വേണം. അതിനെ നമുക്ക് 1200 മീറ്റർ സഞ്ചരിക്കാൻ നമുക്ക് 36 സെക്കൻഡ് വേണം എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. അപ്പം നമുക്ക് സഞ്ചരിക്കേണ്ടത് 600 മീറ്ററാണ്. അപ്പോൾ ഈ 36നെ 2 ഭാഗിക്കുമ്പോൾ എത്ര കിട്ടും നോക്കാം, 600. അപ്പം ഈ 1200 മീറ്റർ സഞ്ചരിക്കാൻ 36 സെക്കൻഡ് വേണം എന്നുണ്ടെങ്കിൽ 600 മീറ്ററിനെ സഞ്ചരിക്കാൻ എത്ര സെക്കൻഡ് വേണം? 2 0 2 0 2 അല്ലേ വേണ്ട, 2 ഇതിന് വെട്ടുന്നതിന് പകരം 12നെ ഇത് 3
18 സെക്കൻഡ്. അതെ, 18 സെക്കൻഡ് സമയം വേണം ഈ 100 മീറ്റർ നീളമുള്ള ഒരു വാഹനം 120 km/h വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ 500 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കുന്നതിന് എത്ര സമയം വേണം എന്ന് വെച്ചാൽ അതാണ് ക്രിയ. അപ്പം മീറ്റർ എന്നതുകൊണ്ട് km/h ആയതുകൊണ്ട് മണിക്കൂറിൽ കിലോമീറ്ററുമാണ് എന്നുള്ളത് സെക്കൻഡും മീറ്ററുമാക്കി മാറ്റുന്ന രീതിയാണ് ഒരു ഇച്ചിരി കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളത്. ഇതിനെപ്പറ്റി ഒരു വിശദമായി ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു ഈ ആകെ സഞ്ചരിക്കേണ്ട ദൂരം കണ്ടുപിടിച്ചത് എങ്ങനെയാണ്. 500 മീറ്റർ പാലം, 100 മീറ്റർ വാഹനത്തിൻ്റെ ലെങ്ത്, അത് രണ്ടും കൂടെ ചേരുന്നതാണ് എന്നതിനെപ്പറ്റി വിശദമായൊരു വീഡിയോ കൂടെ ചെയ്യേണ്ടി വരും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കാണിച്ചേക്കാം. സമയം വീഡിയോ ലെങ്തായി പോവും, എന്നാലും ഒന്ന് കാണിച്ചേക്കാം. അപ്പോൾ ഒരു വാഹനം, ഇത് 100 മീറ്റർ നീളമുള്ള വാഹനം, ഇത് 500 മീറ്റർ നീളമുള്ള ഒരു പാലം, ഇത് കടന്നു പോകണം. നമുക്ക് ഈ വാഹനം ചലിച്ചു തുടങ്ങിയാൽ ഈ ഫ്രണ്ട് ഇവിടം വരെ വരുമ്പോൾ 500 മീറ്റർ, പിന്നെ ഈ 100 മീറ്റർ കൂടെ അങ്ങോട്ട് പോയാലേ ഇത് കടന്നു പോവുള്ളൂ. അതുകൊണ്ട് +100, അതാണ് 600 മീറ്ററിൻ്റെ നീളം സമയം നമ്മൾ സഞ്ചരിക്കുന്നതിന് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നുകൂടെ വിശദമായി ഒരു വീഡിയോ കൂടെ ചെയ്യാം. ഇതെല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അതുകൊണ്ട് എളുപ്പം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഇത് 100 മീറ്ററും +500, ആകെ 600 മീറ്റർ സഞ്ചരിക്കാൻ വേഗത 120 km/h ആണെങ്കിൽ എത്ര സമയം എടുക്കുമെന്ന് വെച്ചാൽ അത് സെക്കൻഡിലാക്കി കണ്ടുപിടിക്കുന്നതാണ് നമ്മളിവിടെ പറഞ്ഞത്. 120നെ മീറ്റർ 1000 കൊണ്ട് ഗുണിക്കുന്നു. ആ 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ പറയുന്ന 1,20,000 മീറ്റർ കിട്ടും. അതിന് 3600. അങ്ങനെയാണെങ്കിൽ 600 മീറ്റർ സഞ്ചരിക്കാൻ എന്താണ്. ഒരു പ്രാവശ്യം ക്രിയ ഒന്നുകൂടെ കാണിച്ചു തരാം. എളുപ്പമാവുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ, 1 മണിക്കൂറിൽ എടുക്കുമ്പോൾ 120 km. ആ 1 മണിക്കൂറിനെ സെക്കൻഡ് ആക്കുമ്പോൾ 60 × 60, ഒരു മണിക്കൂറിൽ 3600 സെക്കൻഡ്. 120 കിലോമീറ്ററിന് 1000 കൊണ്ട് വിളിക്കുമ്പോൾ 3 പൂജ്യം ഇടുമ്പോൾ 8 10 100, 1,20,000. 1,20,000 മീറ്റർ സഞ്ചരിക്കാൻ 3600 സെക്കൻഡ് ആവും. എങ്ങനെയാണെങ്കിൽ 600 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം? ഇത് തങ്ങളിൽ ഗുണിച്ചിട്ട് ഇത് കൊണ്ട് ഹരിച്ചാൽ മതി. 3600 × 600 ഭാഗം. അതിന് എളുപ്പം ചെയ്യുന്നതാണ്. കാരണം ഇത് കിട്ടി. അപ്പോൾ 36 / 12, 3 ഗുണം ഈ അവശേഷിച്ച 6, 3 × 6 18 സെക്കൻഡ്. ഇതാണ് എളുപ്പമായിട്ട് ആ കണക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതുമായി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ